ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ക്യാമ്പയിൻ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുക. സോ നിങ്ങളുടെ ബിസിനസ് ഏതാണോ അതിനു പറ്റിയ ക്യാമ്പയിൻസ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ നിതിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ടെക്കർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ എല്ലാ ക്യാമ്പയിൻസും, ഫോർ എക്സാമ്പിൾ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ്, കൺവേർഷൻ ക്യാമ്പയിൻസ്, സോ ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് ഉണ്ട്. സോ ഈ എല്ലാ ക്യാമ്പയിൻസും നമ്മുടെ ബിസിനസ്സിന് യോജിച്ചതാണോ, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ക്യാമ്പയിനായിരിക്കണം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ്. ഇപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ്. ഞാൻ ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ കസ്റ്റമേഴ്സിനെ എൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം. സോ എന്നാൽ മാത്രമേ എനിക്ക് സെയിൽ നടക്കുകയുള്ളൂ. കസ്റ്റമേഴ്സിനെ, അതായത് ഓൺലൈനിലുള്ള കസ്റ്റമേഴ്സിനെ എൻ്റെ സ്റ്റോറിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ, റൈറ്റ്? സോ മൈ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ട്രാഫിക് ജനറേഷൻ ക്യാമ്പയിൻസ് ആയിരിക്കും. വേറൊരു കേസ് എടുത്താൽ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ലീഡ്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് അറിഞ്ഞ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവർ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് ചെയ്യാം. സോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, സോ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും, സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഓൺലൈൻ അല്ലാതെ ഒരു ഫിസിക്കൽ സ്റ്റോറാണ് നിങ്ങളുടെ ബിസിനസ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഓർ ഹോട്ടലിൻ്റെ ഉടമയാണ്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്യാമ്പയിൻ ആയിരിക്കും വേണ്ടത്? സോ മാക്സിമം നിങ്ങൾക്ക് സെയിൽ ഉണ്ടാകുന്നത്, നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്ലേസ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനെ മാക്സിമം നമ്മുടെ പ്ലേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് ആയിരിക്കണം. സോ എല്ലാ ക്യാമ്പയിൻസും നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ ഞാനൊരു ഇ-കൊമേഴ്സ് വഴി സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ എനിക്ക് കൂട്ടണം. സോ എനിക്ക് ഈ ട്രാഫിക് ജനറേഷൻ ക്യാമ്പയിൻസ് മാത്രം ചെയ്തതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. എനിക്ക് ലോങ് ടേം ഗോളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് എന്തായാലും ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എൻ്റെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കൂടുമ്പോൾ നമ്മൾ പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യാതെ തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ ഇ-കൊമേഴ്സ് സ്റ്റോറിലേക്ക് വന്നു ചേരും. സോ ഒരു ലോങ് ടേം ഗോൾ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്യാമ്പയിൻസും കവർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എല്ലാ ക്യാമ്പയിൻസും എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച്. എൻ്റെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ട്രാഫിക് ജനറേഷൻ ക്യാമ്പയിൻസ് വേണം, പിന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ അവയർനെസ് കൂട്ടാൻ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് വേണം, പിന്നെ നമ്മുടെ പോസ്റ്റ്, നമ്മുടെ പേജ്, ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് വേണം. സോ ക്യാമ്പയിൻസ് ചൂസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. ക്യാമ്പയിൻസ് എങ്ങനെ ചൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ക്യാമ്പയിൻസ് ചൂസ് ചെയ്യണം, ഏത് സ്ട്രാറ്റജി വെച്ചിട്ട് ക്യാമ്പയിൻസ് വർക്കൗട്ട് ചെയ്യണം എന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആകുള്ളൂ. ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ആളാണെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻസ് ചെയ്യുക. സോ ഈ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ക്യാമ്പയിൻസ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ നോക്കരുത്. ഇവൻച്വലി ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു ആഡ് കണ്ടു എന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ തന്നെ ഒരു കസ്റ്റമർ എന്തായാലും ആ പ്രോഡക്റ്റ് വാങ്ങില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഡ് പോസ്റ്റ് ചെയ്യുക, പ്രൊഡക്റ്റിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കുക. സോ ക്യാമ്പയിൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പർപ്പസ്, ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ക്യാമ്പയിൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.
അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ ആൻഡ് യു ആർ വാച്ചിങ് ടെക്കർ.